ഉറക്കത്തിൽ പോലും എനിക്കറിയാം, ഏതോ ഒരമ്മ, ഏതോ ഒരു അപ്പൂട്ടന്റെ അമ്മ എന്നെങ്കിലൊരിക്കൽ എന്റെ ആളുകൾ ഒന്ന് കൂട്ടിക്കൊണ്ടു പോയാലും, എനിക്കങ്ങനെ പോകാൻ പറ്റുവാണെങ്കിൽ അപ്പം മാത്രം പറയാൻ വെച്ചിരുന്നതായി സ്വപ്നത്തിന്റെ കാര്യം. അപ്പോ വീട്ടുകാർ വന്ന് വിളിച്ചാലുടനെ ഒരു സ്വപ്നത്തിന്റെ കഥയും പറഞ്ഞു തന്നിട്ട് അങ്ങ് പോകാൻ റെഡിയായിരിക്കായിരുന്നോ? അല്ല, പോയാലും ഞാൻ തിരിച്ചു വരുമായിരുന്നു. ഹലോ, കാറ് കിടക്കുന്നത് കണ്ടു. ഇങ്ങോട്ട് താമസം മാറിയല്ലേ? ഇന്നലെ ക്ലബിൽ ആരോ പറയുന്നത് കേട്ടു. ഇവിടം കൊള്ളാം, നമ്മളെ കെട്ടുമല്ലേ ഇത്? അതെ. വെറുതെ പൂട്ടി കിടക്കുന്നതിനേക്കാൾ ഭേദം ആരെങ്കിലും വെറുതെ ഉണ്ടാവുന്നതാ. അങ്ങനെ ഞങ്ങളുടെ നാട്ടുകാരിയായി. വരട്ടെ. അനിയനെ ഈയിടെ എന്താ ക്ലബിലൊന്നും കാണുന്നില്ലല്ലോ? മറ്റേത് അവിടുത്തെ സ്ഥിരം പാർട്ടി ആയിരുന്നല്ലോ. വെള്ളമടി കുറച്ചു, പിന്നെ വൈകുന്നേരം ഇങ്ങോട്ടൊന്ന് പോരും, അതാ കാണാത്ത. ഓ, എന്നാ ചെന്നാട്ടെ. അല്ല, അങ്ങേരുടെ രളി വൃത്തിയിട്ട മനുഷ്യൻ ഇതിലെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന കാണാം. അന്നേരം ഇങ്ങോട്ടൊരു നോട്ടവും വാച്ചിങ് ഒക്കെ ഉണ്ട്. ഞാൻ ഈ കാറിന്റെ ശബ്ദം കേട്ടാ ഓടി അകത്ത് കയറും. പഴയ കോഴിയാ. മനസ്സിലായി. രാഹലമേ, ഓ, എങ്ങനെയൊക്കെ ഉണ്ട്? എനിക്കെന്താ സുഖം, ഒരു പണിയില്ല, വെറുതെ തിന്ന ഉറങ്ങ. അതെന്താ അങ്ങനെ? ആകെ ഒരിത്തിരി പണിയുള്ള ഈ വീട്ടില്, അത് മുഴുവൻ ഈ മോളങ്ങ് ചെയ്യും. എനിക്ക് നേരം പോണ്ടേ, അതുകൊണ്ട് അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതും കൂടെ ചെയ്യാൻ പാടില്ലെന്നും പറഞ്ഞൊരു റാഹേലമ്മ. പിന്നെ നമ്മുടെ അച്ചായനല്ലേ, സാമൂലച്ചായൻ, അങ്ങേര് ഇവിടേക്ക് വന്ന് കറങ്ങുന്നുണ്ട്. ഇങ്ങോട്ട് കയറിയല്ല, റാഹേലമ്മ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ അങ്ങേര് ഈ വഴി കൂടെ പോലും ചിമ്മയല്ല. അതെന്താ? അതങ്ങനെയാ, അതൊരു കഥയാ. എന്താ കഥ? കഥ എന്താണെന്ന് ചോദിച്ചാ ഈ കൊച്ചു നിൽക്കുമ്പോ ഞാനിങ്ങനെ പറയും. ഓ, അതൊന്നും സാരില്ലെന്നേ, കൊച്ചുകൂടെ കേട്ടോട്ടെ. എന്റെ മൂന്നാമത്തെ മോള് അമ്മണി പഴപ്പിച്ചത് ഇങ്ങേരല്ലേ? അതിനങ്ങേരുടെ കുത്തിനെ പിടിച്ചു നിർത്തി കാശ് വാങ്ങിച്ചു കൊടുത്തവളെ ഈ റാഹേലമ്മ. അത് വലിയ വഴക്കായതാ. അപ്പൊ പിന്നെ അങ്ങേരെന്റെ മുമ്പിൽ വരുമോ?